ഹായ്. ഇന്ദ്രസദസ്സിൽ ഒരിക്കൽ ഇന്ദ്രദേവൻ ഒരു യോഗം വിളിച്ചു കൂട്ടി. അതിൽ എല്ലാ ദേവന്മാരും അവിടെ വന്നു, യമദേവൻ അടക്കം. അതിൽ എല്ലാവരുടെയും വാഹനങ്ങൾ പുറത്താണ്. ജഡായു ആയാലും എലിയാണെങ്കിലും അതേപോലെ ഈ പോത്താണെങ്കിലും യമൻ്റെ പോത്താണെങ്കിലും അങ്ങനെ എല്ലാം പുറത്താണ്. അപ്പോൾ ഇവരൊക്കെ പുറത്തേക്കുന്ന നേരം ഇങ്ങനെ യമൻ കയറി വന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞിക്കിളി ആ മൂലയിലിരിക്കുന്നുണ്ട്. കുഞ്ഞിക്കിളിയെ നോക്കി ചിരിച്ചു, എന്നിട്ട് അകത്തേക്ക് പോയി. അപ്പോൾ ജഡായുവിനോട് കുഞ്ഞിക്കിളി പരാതി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? ഇന്ന് എൻ്റെ സമയമാണ്, ഞാൻ ഇന്ന് മരിക്കും. അതാണ് യമദേവൻ സിഗ്നൽ തന്നിട്ട് പോയത്. പക്ഷേ യമദേവൻ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് എനിക്ക് മാറണം. അപ്പം ജഡായു പറഞ്ഞു, നിന്നെ ഞാൻ ഇവിടുന്ന് മാറ്റാം, ഒന്നും പേടിക്കണ്ട. യമദേവൻ കാണാത്ത ഒരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ മാറ്റാം. അങ്ങനെ ജഡായുവിന് നല്ല ഫാസ്റ്റാണ്. അപ്പോൾ കുഞ്ഞിക്കിളിയെ കയറ്റി പറന്നകന്നു 7 കടലുകൾക്കപ്പുറം ഒരുപാട് ദൂരെ ഒരു മരപ്പൊത്തിൽ കൊണ്ടുപോയി വെച്ചു കുഞ്ഞിക്കിളിയെ. ഇവിടെ സുരക്ഷിതമായിട്ടിരുന്നോ, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. ജഡായു അതേപോലെ തന്നെ പാർക്ക് ചെയ്തിരുന്നു. യമദേവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. യമദേവൻ പറഞ്ഞു, കുഞ്ഞിക്കിളി എവിടെ? അപ്പം ജഡായു പറഞ്ഞു, അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം യമദേവൻ പറഞ്ഞു, അപ്പം നീ എന്നെ സഹായിച്ചു. ഞാൻ കയറി വരുമ്പോൾ കുഞ്ഞിക്കിളി ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെങ്ങനെ, ഇത് മരിക്കാൻ വിധിക്കപ്പെട്ടൊരു കിളിയാണ്, അതും ദൂരെ ഒരു മരത്തിൻ്റെ പൊത്തിലിരുന്ന് പാമ്പ് കടിയേറ്റ് മരിക്കേണ്ട കിളി ഇവിടെ ഇരിക്കുന്നത് കണ്ട് ഞാൻ പേടിച്ചു. ഇത് നടക്കുമോ? അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചിട്ട് പോയത്. അപ്പോൾ ഇത് നടത്താൻ നീ അവിടെ കൊണ്ടുപോയി വെച്ചു, അത് നടന്നു. വിധി എങ്ങനെയാണേലും അത് നടന്നോളും എന്നാണ് ഈ കഥയുടെ ചുരുക്കം. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ വിധിയെ തോൽപ്പിക്കാൻ നോക്കണ്ട. വിധിയുണ്ടെങ്കിൽ നമുക്കും കിട്ടുമെന്നേ. ട്രൈ വിടരുത്.